ഒരൊറ്റ ഉദാഹരണം പറയാലോ. നമ്മുടെ സഹോദരിമാരായ സ്ത്രീകൾ, ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് CD-യിലൂടെ കേൾക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും അല്ലാഹു തആല സ്വർഗത്തിലെ ഹൂറുൽ ലൈനുകളെ ഭയങ്കര സന്തോഷാണ്. ഹൂറുൽ ലൈനിന്റെ ഒരു തട്ടത്തിന്റെ ഒരു മൂല ഭൂമിയിലേക്ക് ആ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ, ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ ആകാശത്ത് നിന്ന് നോക്കിയാൽ എത്തി നോക്കിയാൽ അവരുടെ മുഖത്ത് നിന്നുള്ള പ്രകാശം ഈ ഭൂമി മുഴുവൻ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ആ തട്ടമുണ്ടല്ലോ, ആ തട്ടം, അവരുടെ തലയിൽ കാണുന്ന തട്ടം, ആ തട്ടം ഈ ലോകവും ഈ ലോകത്തുള്ളതിനേക്കാൾ മുഴുവൻ ഏറ്റവും ഹൈറാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും അവരുടെ സൗന്ദര്യം? എന്റെ സൗന്ദര്യത്തിൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തേക്ക് പ്രകാശം വരുന്നുണ്ടോ? ഈ ലോകത്തുള്ള ഏറ്റവും സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ കൊണ്ട് പ്രകാശം വരൂ? ഇല്ല. പ്രകാശം, ആ പെണ്ണ് റോട്ടിക്കൂടെ നടക്കുമ്പോ അങ്ങനെ ലൈറ്റ് വരൂ? ഇല്ലല്ലോ. എന്നാൽ സ്വർഗത്തിലെ ഹൂറുൽ ലൈൻ മേലേന്ന് നോക്കിയാൽ അവിടുന്ന് ഭൂമി വരെയുള്ള സ്ഥലം മുഴുവൻ പ്രകാശം വരുമെങ്കിൽ എന്തായിരിക്കും സൗന്ദര്യം? എന്തായിരിക്കും? അല്ലാ, അതൊരു സൗന്ദര്യമാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവർക്ക് അവരെക്കാൾ സൗന്ദര്യമാണ്. അവർക്ക് ഈ ഹൂറുൽ ലൈനുകളേക്കാൾ സൗന്ദര്യമാണ്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ഭാഗത്ത്. മാത്രമല്ല, സ്വർഗത്തിൽ ഹൂറുൽ ഐൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട തരുണികൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പച്ചയായി ഖുർആൻ പറയുന്നു. എന്തിനു വേണ്ടി? സ്വർഗത്തിൽ പൊട്ടിക്കപ്പെടാത്ത മുദ്ര വെച്ച മദ്യമുണ്ട്, അതേറ്റവും സൗകര്യപൂർവ്വം നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിൽ ആണയിട്ട് പറയുന്നു. ലൈംഗികമായ ഒരു വ്യക്തിയുടെ ചോദനയെ എല്ലാ നിലക്കും അയാൾക്ക് തീർക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ഉണ്ട് എന്ന് പച്ചയായി ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ ലഹരിയോടോ അതല്ലെങ്കിൽ ആ നിലക്ക് ഉള്ള പാനീയങ്ങളോടുള്ള ഒരാളുടെ ചോദന അവസാനിപ്പിക്കാൻ പറ്റുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും സ്വർഗത്തിലുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്തിനു വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ വിശദമായി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ അവിടെ ഈ ഒരു നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ലൈംഗികമായ സെക്സ് അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഭീതിതമായ സാഹചര്യത്തിൽ വിശേഷിച്ചും ഒരു സെക്സ് അഡിക്ഷനിൽ നിന്ന് ഒരു വ്യക്തിക്ക് മാറി നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയും ആലോചനയും സ്വർഗത്തിലേക്ക് ഞാൻ മാറ്റിവെക്കുന്നു എന്നാവണം. എന്റെ മരണം ഏതു സമയത്തും അനുഭവിക്കാവുന്ന, ആസ്വദിക്കാവുന്ന, എനിക്ക് പിടിപെടാവുന്ന എന്റെ മരണം, ആ മരണത്തിനപ്പുറത്ത് തൊട്ടടുത്ത നിമിഷം തുടങ്ങുന്ന പരലോക ജീവിതം, ആ പരലോക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമായി എനിക്ക് ലഭിക്കാനുള്ള സ്വർഗം, ആ സ്വർഗത്തിനു വേണ്ടി ലൈംഗികപരമായ തിന്മകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, വ്യക്തിപരമാവട്ടെ സ്വകാര്യമാവട്ടെ, അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഡ്രഗ് അഡിക്ഷനിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങളിൽ നിന്ന് മസിൽ പിടിച്ച് ശക്തിയോടുകൂടി മനസ്സിനെ പിടിച്ചു വെച്ച് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കേണ്ട ഘടകം സ്വർഗത്തിൽ അതുണ്ട് എന്ന ഘടകമാണ്. ആ ഘടകത്തെ പച്ചയായി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഒരല്പകാലത്തെ താമസം. നിങ്ങൾക്കത് നഷ്ടപ്പെടുന്നില്ല, നമുക്കാർക്കും അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമില്ല, നമുക്കാർക്കും അത് കാലാകാലം തിരസ്കരിക്കപ്പെടുന്നില്ല. മറിച്ച് നൈമിഷികമായ ഈ ജീവിതത്തിൽ മാത്രം അത് തിരസ്കരിക്കാൻ നമ്മോട് പറയുന്നു. അനശ്വരതയുടെ ലോകത്ത് അനുഗ്രഹീതമായ രൂപത്തിൽ അത് അനുഭവിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മളുടെ മുമ്പിൽ പരസ്യമായി പച്ചയായി പറയുന്നു. ആ അനുഗ്രഹത്തിനു വേണ്ടി തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടി, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിരുത്തി കാണുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. സ്വർഗത്തിൽ ചില മുഖങ്ങൾ പ്രശോഭിതമായ മുഖങ്ങളായിരിക്കും. എന്താണ് അവരുടെ പ്രശോഭിതമായ വദനങ്ങൾക്കുള്ള കാരണം? ഇലാ റബ്ബിഹാ നാളിറ. അവരവരുടെ റബ്ബിങ്കലേക്ക്, അവരുടെ റബ്ബിനെ കണ്ടതുകൊണ്ട്, റബ്ബിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ് അവർക്ക് ആ സന്തോഷവും
ആ സുസ്മേരമായ സാഹചര്യവും ഉണ്ടായത് എന്നാണ്. സ്വർഗത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഒരു വ്യക്തിക്ക് അയാളെ തൃപ്തിപ്പെടുത്തുന്ന, സംതൃപ്തി നൽകുന്ന ഘടകമായിരിക്കും. എന്നാൽ അതിനപ്പുറത്ത് അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ഒരു മറയുണ്ട് എന്നാണ്, ഹിജാബുണ്ട് എന്നാണ്. ആ ഹിജാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി, ഹിജാബുഹു അന്നൂർ. അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള മറ പ്രകാശമാണ്. അള്ളാഹു സ്വർഗത്തിൽ എല്ലാവരും അനുഗ്രഹീതമായ അവസ്ഥയിൽ ആയി കഴിയുമ്പോൾ സത്യവിശ്വാസികളോട് ചോദിക്കും, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സത്യവിശ്വാസികൾ പറയും, റബ്ബേ, എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന വാഗ്ദാനം, ഞങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനം നിറവേറ്റപ്പെട്ടു എന്ന സംതൃപ്തിയിലാണുള്ളത്. അപ്പോൾ ഇതാ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ പ്രകാശത്തിന്റെ മറ നീങ്ങുകയും അള്ളാഹുവിന്റെ തിരുവചനം സത്യവിശ്വാസികൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ്. ആ വചനം കാണുമ്പോൾ, അള്ളാഹുവിന്റെ ആ തിരുവചനം കാണുമ്പോൾ, അതുവരെ അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളെക്കാളും വലിയ അനുഭവമായി, അനുഭൂതിയായി, സംതൃപ്തിയായി ഒരു സത്യവിശ്വാസിക്ക് അത് അനുഭവപ്പെടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ നിങ്ങൾ കാണും? കൽ ബദർ ഫീ ലൈലത്തിൻ ഖംറാ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ കാണും പൂർണ്ണചന്ദ്രനെ പോലെ. ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രിയിലെ 14-ാം രാവിൽ പൂർണ്ണചന്ദ്രൻ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കുമോ അത്ര വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോകത്ത് നിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കുമെന്നാണ്. അള്ളാഹു ആ സന്തോഷം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗ അനുഗ്രഹങ്ങൾ നേടാനും ആർക്കാണ് ഭാഗ്യം ലഭിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. ആ ആയത്ത് ഈ ഒരു സംസാരത്തിന്റെയും ഈ സംസാരത്തിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. ആരാണോ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്ന് ഭയത്തോടുകൂടി നാഥന്റെ മുമ്പിൽ നാളെ മരണപ്പെട്ടു ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നഗ്നരായി കത്തിജ്വലിക്കുന്ന സൂര്യനു താഴെ എഴുന്നേറ്റു നിൽക്കേണ്ടി വരും റബ്ബിന്റെ മുമ്പിൽ എന്ന ഭയത്തോടുകൂടി, വനഹൻ നഫ്സ അനിൽ ഹവാ, ഇച്ഛകളിൽ നിന്ന്, ജീവിതത്തിന്റെ നൈമിഷികവും ആസ്വാദനം നൽകുന്നതും മതം തിരുത്താൻ പറഞ്ഞതുമായ താല്പര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ആരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാണ് സ്വർഗമുള്ളത് എന്നാണ്. അവർക്കാണ് സ്വർഗമുള്ളത്. സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്തയും ആലോചനയും അതാണ്. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.